ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണനാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തി ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന ആസിഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് കിഷ്കിന്ദ കാണ്ഡം മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. സിനിമ 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ 6 ദിവസത്തെ ആകെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ ഇന്ന ദിവസത്തിലെ കേരള ട്രാക്കിംഗ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം തുടങ്ങിയ 3 പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നെത്തിയ അതേ ദിവസത്തിലും ഇപ്പോഴത്തെ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ദിവസം 1,50,00,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച 1,64,00,000 മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വർധന ഇന്ന് സിനിമ കേരളത്തിൽ നേടിയെടുക്കുമെന്ന് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം സിനിമയ്ക്ക് 3 കോടിക്കടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 9,80,00,000 10 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിലെ ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയുടെ കളക്ഷൻ 10 കോടിയിലേക്ക് അടുക്കുന്നതോടെ സിനിമയുടെ ആകെ കേരള ഷെയർ മാത്രം 4 കോടി പിന്നിട്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ജോബി ജോർജ് നിർമ്മിച്ച സിനിമയ്ക്ക് 6 കോടിയോളം രൂപയാണ് തിയേറ്റർ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. സിനിമ നേരത്തെ തന്നെ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു. ഓണനാളുകളിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ആദ്യത്തെ വിജയം നേടിയെടുത്തിരിക്കുന്നുവെന്ന് ഇന്നലെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് 14 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ആസിഫിന്റെ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയ്ക്ക് ഇന്ന് 6ാം ദിവസത്തെ കണക്കുകളോടെ വേൾഡ് വൈഡ് കളക്ഷൻ 18-20 കോടി റേഞ്ചിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ വർഷം തലവന് ശേഷം വീണ്ടും ഒരു ആസിഫ് സിനിമ 20 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്നു. കാത്തിരിക്കൂ കിഷ്കിന്ദ കാണ്ഡം എന്ന തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.